ഇന്ന് നമുക്ക് പ്രോബബിലിറ്റീസിൽ ചില പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലം ബിലോ കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി ആസ് എ ഫിക്സഡ് probability as a fraction and write it in decimal form and as a percent. First question, if one number from 1 to 3 up to 10 is chosen, what is the probability that it is a prime number? ആദ്യത്തെ ചോദ്യം ഇതാണ്. 1 മുതൽ 10 വരെ ഉള്ള നമ്പേഴ്സ്, 1, 2, 3 up to 10 നമ്പേഴ്സ്. ഇതിൽ ചൂസൺ വാട്ട് ഈസ് ദ പോസിബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. പ്രൈം നമ്പർ ആയിരിക്കാനുള്ള പോസിബിലിറ്റീസ് എന്താണ്? ഇപ്പോൾ 1 to 10 പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7. അപ്പോൾ 1, 2, 3, 4 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടലി നമുക്ക് ഉള്ളത് 10 നമ്പേഴ്സ്. സോ 10 ഈസ് ദ ഡിനോമിനേറ്റർ. അതിൻ്റെ ടോട്ടലി നമുക്ക് 1, 2, 3, 4 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 4/10 ഈസ് ദ പ്രോബിലിറ്റി. അതേത് അവർ ചോദിക്കുന്നത് വേറൊന്ന്, അത് ഡെസിമൽ ഫോമിലും ആൻഡ് ആസ് എ പെർസെൻറ്റേജ് ഫോമിലും കാണിക്കുന്നു. ഡെസിമൽ ഫോം എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് 0.4. 4 divided by 10 that is 0.4, and in percentage that is 40% into 100. 0.4 into 100 that is 40%. Okay. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, if one number from 1 to 3 up to 100 is chosen, what is the probability that is a 2-digit number? 1 മുതൽ 100 വരെ ഉള്ള നമ്പറുകൾ നമ്മൾ എടുക്കുന്നു, അപ് ടു 100. അപ്പോൾ ഇതിൽ പോസിബിലിറ്റീസ് എന്ന് 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ പോസിബിലിറ്റി. 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 100 വരത്തില്ല. ഇത് 1 തൊട്ട് 9 വരെ 1 ഡിജിറ്റ്. 10 മുതൽ 99 വരെയാണ് 2 ഡിജിറ്റ് വരുന്നത്. അപ്പോൾ ടോട്ടലി 100 നമ്പേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് കിട്ടുന്നതെന്ന് 10 to 99. അപ്പോൾ ഈ 10 മുതൽ 99 ഈ 9 നമ്പർ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര വരും? 99 മൈനസ് 9. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 90. അപ്പോൾ ടോട്ടൽ നമ്പേഴ്സ് 1 to 100 ആൻഡ് 2 ഡിജിറ്റ് നമ്പർ ഈസ് 90. സോ അവർ പ്രോബിലിറ്റി ഈസ് 90 by 100. ഇത് 0 0 അടിക്ക്. ദെൻ 9 by 10. ദറ്റ് ഈസ് ദ ആൻസർ പ്രോബബിലിറ്റി. അതിൻ്റെ ഡെസിമൽ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറി വരും. അപ്പോൾ 0.9 ഈസ് ദ ഡെസിമൽ ആൻഡ് പെർസെൻറ്റേജ് ഈസ് 0.9 into 100. ദറ്റ് ഈസ് ഇക്വൽ ടു 90%. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, every 3-digit number is written in a slip of paper and all the slip are put in a box. If one slip is drawn, what is the probability that it is a palindrome? Palindrome എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാലും ഒരേ നമ്പർ വരണം. ഇപ്പോൾ all the 3-digit numbers, 3-digit numbers എന്ന് പറയുന്നത് 100 തൊട്ട് തുടങ്ങും. 100 തൊട്ട് 999 വരെയാണ് 3-digit നമ്പർ. എവറി 3-digit നമ്പർ ഒരു സ്ലിപ്പിൽ എഴുതിയിട്ട് അതൊരു ബോക്സിലിടുന്നു. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുമ്പോൾ അത് പോളിഡ്രോമായിട്ട് ഇരിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 100 to 100 തൊട്ട് 999. അപ്പോൾ 1 തൊട്ട് 99 വരെയുള്ള നമ്പറുകൾ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ 999 99 പോകുമ്പോൾ ബാക്കി എത്രയുണ്ട്? 900. അപ്പോൾ ടോട്ടൽ നമ്പേഴ്സ് നമുക്ക് ഉള്ളത് 900. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 900 വരും. അടുത്ത ചോദ്യം പോളിഡ്രോം. പോളിഡ്രോം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ ഒരേ നമ്പർ വേണം. സപ്പോസ് 101 വരുന്ന ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടുമ്പോൾ 101, അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിയാലും 101. 101. അടുത്ത് 111.
അത് വരും. അടുത്തത് 121, 131, ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. 131, അടുത്ത് 141, 151, 161, 171, 181, 191. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 നമ്പർ 100 to 200 എന്നതിനകം 10 നമ്പറുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് 100 to 200, 200 to 300, 300 to 400, 400 to 500, 500 to 600, 600 to 700, 700 to 800, 800 to 900, 900 to 999. അപ്പോൾ മൊത്തം എത്ര വരും? 90 നമ്പേഴ്സ് വരും. 90. ഒരെണ്ണത്തിൻ്റെ അത് 10 വരുമ്പോൾ 9 എണ്ണത്തിൻ്റെ അത് 90 വരും. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 90/900. 0 അടിക്ക്. അപ്പോൾ 1/10. ഇതിനെ നമ്മൾ ഡെസിമൽ എഴുതുമ്പോൾ 0.1, അതായത് പെർസെൻറ്റേജ് ആക്കുമ്പോൾ 10%. 10% ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit number. What is the probability that is a perfect square? ഒരു 2 ഡിജിറ്റ് നമ്പറിൽ ഒരു നമ്പർ നമ്മൾ എടുക്കുമ്പോൾ അതൊന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അതിനുള്ള പോസിബിലിറ്റി എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit number. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ